സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. സുരാസുരാസേവിതപാദപങ്കജ കരേ വിരാജത്കമനീയ പുസ്തക വിരിഞ്ച പത്നീ കമലാസനസ്ഥിത സരസ്വതീ നൃത്യതു വാചിമേ സദാ. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധര സ്വധാംനാ. അന്യാംശ്ച ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സത്യസന്ധനും തന്റെ രാജ്യത്തെ അത്യധികമായി സ്നേഹിക്കുന്നവനും ലളിത ജീവിതം നയിക്കുന്നവനുമായ ഒരു പ്രധാനമന്ത്രിയെ കുറിച്ചാണ്. കഥയുടെ പേരാണ് നമോ ഗുണനിധയെ. ഗുണനിധിക്കായിക്കൊണ്ട് നമസ്കാരം. ശ്രീമൻ അഹം കശ്ചന യാത്രിക. അല്ലയോ, ഞാനൊരു സഞ്ചാരിയാണ്. ഐതം പ്രാഥമ്യേന ഏതം ദേശം ആഗതവാൻ അസ്മി. ഇതാദ്യമായാണ് ഞാൻ ഈ ദേശത്തേക്ക് വരുന്നത്. ഏതസ്യ ദേശസ്യ പ്രധാനാമാത്യഃ ദൃഷ്ടവ്യഃ ഇതി മമ ഇച്ഛ. ഈ നാടിന്റെ പ്രധാനമന്ത്രിയെ കാണണമെന്നാണ് എന്റെ ആഗ്രഹം. കൃപയാ തസ്യ വാസസ്ഥലം പ്രതി ഭവാൻ മാം നേതും ശക്നുയാദ്വാ. ദയവായി അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകുവാൻ താങ്കൾക്ക് കഴിയുമോ? ഇതി അഭിമുഖം ആഗച്ഛന്തം കഞ്ചിത് വൃദ്ധം പൃഷ്ടവാൻ കശ്ചന വിദേശീയ. ഇവിടെ വൃദ്ധ എന്ന് എഴുതിയിട്ടുള്ളൂ, പക്ഷെ ഇവിടെ വൃദ്ധം എന്നാണ് വേണ്ടത്. എന്ന് തനിക്ക് എതിരെ വന്ന ഒരു വൃദ്ധനോട് ഒരു പരദേശിയായ മനുഷ്യൻ ചോദിച്ചു. അവശ്യം നേഷ്യാമി, തീർച്ചയായും കൊണ്ടുപോകാം. മാം അനുസരതു താവത് ഇതി ഉക്ത്വാ തതഃ പ്രസ്ഥിതവാൻ സഹ വൃദ്ധഃ. എന്നാൽ എന്നെ അനുസരിക്കൂ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്റെ പുറകെ വരൂ എന്ന് മനസ്സിലാക്കണം. എന്റെ പുറകെ വന്നോളൂ എന്നാണ് വൃദ്ധൻ പറയുന്നത്. എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ആ വൃദ്ധൻ പുറപ്പെട്ടു. അനുസരതു എന്ന് പറഞ്ഞാൽ അനുസരിക്കൂ എന്നാണ്. അപ്പൊ ഇവിടെ ഒരിടത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണല്ലോ പറഞ്ഞത്. അപ്പോ എന്റെ പുറകെ വരൂ എന്നാണ് അർത്ഥം മനസ്സിലാക്കേണ്ടത്. വിദേശീയ യാത്രിക തം അനുസൃതവാൻ. വിദേശിയായ ആ സഞ്ചാരി അദ്ദേഹത്തെ ഇവിടെ അനുസൃതവാൻ അനുഗമിച്ചു എന്ന് മനസ്സിലാക്കണം, പുറകെ പോയി എന്ന് മനസ്സിലാക്കണം. തസ്യ വിദേശീയസ്യ നാമ ഹ്യുയേങ് സാങ് ഇതി. ആ വിദേശിയുടെ പേരാണ് ഹ്യുയേങ് സാങ് എന്ന്. സഹ മൗര്യവംശീയാനാം രാജധാന്യാഹ പാടലീപുത്രസ്യ ഖ്യാതിം ബഹുധാ ശ്രുതവാൻ ആസീത്. അദ്ദേഹം, അതായത് ആ വിദേശി ഹ്യുയേങ് സാങ്, മൗര്യവംശീ രാജാക്കന്മാരുടെ രാജധാനിയായ പാടലീപുത്രത്തിന്റെ പ്രസിദ്ധിയെ ധാരാളം കേട്ടിട്ടുണ്ടായിരുന്നു. ജഗത് വിഖ്യാത അസദൃശ്യ പാണ്ഡിത്യവാൻ സാഹസി മഹാബുദ്ധിമാൻ ചാണക്യ പ്രത്യക്ഷം ദൃഷ്ടവ്യ ഇതി തസ്യ പ്രബല ഇച്ഛ ആസീത്. ലോകപ്രസിദ്ധനായ അസാധാരണ പണ്ഡിതനും സാഹസിയും അതിബുദ്ധിശാലിയുമായ ചാണക്യനെ നേരിൽ കാണണം എന്നത് അദ്ദേഹത്തിന്റെ വലിയ മോഹമായിരുന്നു. അതഃ ഏവ സഹ പാടലീപുത്രം ആഗത്യ ചാണക്യം അന്വിഷ്യൻ ഗംഗാതീരം ഗതവാൻ ആസീത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പാടലീപുത്രത്തിലേക്ക് വന്നിട്ട് ചാണക്യനെ അന്വേഷിച്ച് ഗംഗാതീരത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. തത്ര കേചന സ്നാനം കുർവന്തഃ ആസൻ. അവിടെ കുറച്ചുപേർ കുളിക്കുന്നുണ്ടായിരുന്നു. പുനഃ കേചന സന്ധ്യാവന്ദനമഗ്നാഹ ആസൻ. വേറെ ചിലർ സന്ധ്യാവന്ദനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അന്യേകേന മന്ത്രപഠനരതാഹ ആസൻ. മറ്റു ചിലർ മന്ത്രോച്ചാരണത്തിൽ വ്യാപൃതരായിരുന്നു. കം പൃച്ഛാമി ചേത് മമ ഇഷ്ടാർത്ഥ സിദ്ധ്യേത്. ആരോട് ചോദിച്ചാൽ എന്റെ ആഗ്രഹം സാധിച്ചേക്കാം
ഇത് ചിന്തയൻ ഹ്യുയേങ് സാങ് ക്ഷണകാലം പുത്രൈവ സ്ഥിതവാൻ ആസീത്. ഈ വിധം ചിന്തിച്ചുകൊണ്ട് ഹ്യുയേങ് സാങ് അല്പസമയം അവിടെ തന്നെ നിന്നു. അല്പേ ഏവ കാലേ സർവേ സ്വകർത്തവ്യം സമാപ്യ ഏകൈകശഃ നിർഗതാഃ. കുറച്ചു സമയത്തിനു ശേഷം എല്ലാവരും അവരവരുടെ കർത്തവ്യത്തെ തീർത്തിട്ട് ഓരോരുത്തരായി പുറത്തേക്ക് വന്നു. ഓരോരുത്തരായി അവിടെ നിന്ന് പോയി എന്ന് മനസ്സിലാക്കണം. അന്തേ കൃഷ്ണവർണ്ണീയ കൃശകായ കശ്ചന വൃദ്ധ അവശിഷ്ട. അവസാനം കറുത്തുമെലിഞ്ഞ ഒരു വൃദ്ധൻ അവശേഷിച്ചു. സഹ അഭി യഥാ തതഃ പ്രസ്ഥിതഃ തഥാ തം ചാണക്യ വസതി വിഷയെ പൃഷ്ടവാൻ ആസീത് ഹ്യുയേങ് സാങ്. അദ്ദേഹവും അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ അദ്ദേഹത്തിനോട് ചാണക്യന്റെ വീട്ടിൽ കൊണ്ടുപോകുന്ന കാര്യം ഹ്യുയേങ് സാങ് ചോദിക്കുകയായിരുന്നു. ഗംഗാതീരത നിർഗതൗ തൗ നഗരഭാഗം അതിക്രമ്യ അരണ്യഭാഗം പ്രവിഷ്ടവന്തൗ. ഗംഗാതീരത്തു നിന്നു തിരിച്ച് അവർ രണ്ടുപേരും നഗരഭാഗം കടന്ന് കാനന ഭാഗത്തേക്ക് പ്രവേശിച്ചു. തഥാ ഹ്യുയേങ് സാങ്ങസ്യ മനസ്സി കശ്ചന സന്ദേഹ ആഗതഃ. ആ സമയത്ത് ഹ്യുയേങ് സാങ്ങിന്റെ മനസ്സിലേക്ക് ചില സംശയങ്ങൾ ഉടലെടുക്കപ്പെട്ടു. യേഷഃ വൃദ്ധഃ മാം അന്യത്ര കുത്രാപി നയൻ ന സ്യാദ് ഖലു. ഈ വൃദ്ധൻ എന്നെ ശരിയായ സ്ഥലത്തേക്ക് തന്നെയാണോ കൊണ്ടുപോകുന്നത്? അതായത് മറ്റു സ്ഥലത്തേക്കൊന്നും അല്ലല്ലോ കൊണ്ടുപോകുന്നത്, ശരിയായ സ്ഥലത്തേക്ക് തന്നെ അല്ലേ കൊണ്ടുപോകുന്നത് എന്നാണ് മനസ്സിൽ ഉണ്ടായ സംശയം. തഥാപി സഹ കിമപി അവദൻ മൗനം വൃദ്ധം അനുസരൻ ആസീത്. എന്നിട്ടും അതായത് ഇങ്ങനെ സംശയം ഉണ്ടായിട്ട് പോലും ഒന്നും മിണ്ടാതെ മൗനമായിട്ട് വൃദ്ധനെ അനുഗമിച്ചുകൊണ്ടിരുന്നു. അല്പേ ഏവ കാലേ തൗ ഏകം കുടീരം പ്രാപ്തവന്തോ. അല്പസമയത്തിനകം അവർ രണ്ടുപേരും ഒരു പർണശാലയിലേക്ക് എത്തിച്ചേർന്നു. വൃദ്ധ കുടീരസ്യ ദ്വാരം ഉദ്ഘാട്യ അന്തഃ ഗതവാൻ. വൃദ്ധൻ പർണശാലയുടെ വാതിൽ തുറന്നിട്ട് അകത്തേക്ക് പ്രവേശിച്ചു. ഹ്യുയേങ് സാങ് ബഹിഃ ഏവ സ്ഥിതവാൻ. ഹ്യുയേങ് സാങ് പുറത്തു തന്നെ നിന്നു. കിഞ്ചിത് കാലാനന്തരം അപി വൃദ്ധഃ യഥാ ബഹിഃ ന ആഗതഃ തഥാ ഹ്യുയേങ് സാങ് തം ഉദ്ദിശ്യ ഉച്ചസ്വരേണ പൃഷ്ടവാൻ. സമയം കുറച്ച് പിന്നിട്ടിട്ടും വൃദ്ധൻ പുറത്തേക്ക് വരാതിരുന്നപ്പോൾ ഹ്യുയേങ് സാങ് അദ്ദേഹത്തോട് ഉറക്കെ ചോദിച്ചു, ആര്യ മമ പ്രാർത്ഥന വിസ്മൃത വാ ഭവത ഇതി. മഹാത്മാവേ, എന്റെ അപേക്ഷ താങ്കൾ മറന്നുപോയോ എന്ന്. തഥാ സഹ വൃദ്ധഃ ബഹിഃ ആഗത്യ വിനയേന. അപ്പോൾ ആ വൃദ്ധൻ പുറത്തേക്ക് വന്നിട്ട് ആദരവോടെ പറഞ്ഞു, ബന്ധുവര്യ ഭവതഃ പ്രാർത്ഥന ന വിസ്മൃതാമയ. സുഹൃത്തെ, താങ്കളുടെ അപേക്ഷ എന്നാൽ മറക്കപ്പെട്ടിട്ടില്ല. മൗര്യ സാമ്രാജ്യസ്യ പ്രധാനാമാത്യഃ അഹം ഭവന്തം സ്വാഗതീകുർവൻ അസ്മി. മൗര്യ സാമ്രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഞാൻ അങ്ങയെ സ്വാഗതം ചെയ്യുന്നു. കൃപയാ അന്തഃ ആഗച്ഛതു താവത്ത് ഇതി ഉക്തവാൻ. എന്നാൽ ദയവായി അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞു. ആ വൃദ്ധൻ ഹ്യുയേങ് സാങ്ങിനെ അകത്തേക്ക് വിളിച്ചു എന്ന് മനസ്സിലാക്കണം. യാത്രിക ഹ്യുയേങ് സാങ് ആശ്ചര്യം അനുഭവൻ അന്തഃ ഗതവാൻ. സഞ്ചാരിയായ ഹ്യുയേങ് സാങ് ആശ്ചര്യത്തോടെ അകത്തേക്ക് കടന്നു. കുടീരെ വൈഭവദ്യോതകാനി വസ്തുവിനി സർവധാന ആസൻ. പർണശാലയിൽ വിലപിടിപ്പുള്ള ഒരു വസ്തുക്കളും ഉണ്ടായിരുന്നില്ല. ഏകത്ര ജലകലശ, ഒരിടത്ത് വെള്ളം നിറച്ച കുടം, അവരെത്ര സമിത കാഷ്ടാനിച്ച, മറ്റൊരിടത്ത് വിറകും തടിക്കഷ്ണങ്ങളും, അന്യത്ര കടഹ ലേഖന സാമഗ്രിഹ കേചന ഗ്രന്ഥാഹ ച തത്ര ദൃശ്യന്തേ സ്മ. അപ്പുറത്ത് പായ, എഴുത്തിലുള്ള സാമഗ്രികൾ, കുറച്ച് ഗ്രന്ഥങ്ങൾ എന്നിവ കാണപ്പെട്ടിരുന്നു. ചാണക്യസ്യ പ്രാർത്ഥനായാഹ അനുഗുണം ഹ്യുയേങ് സാങ് കടേ ഉപവിഷ്ടവാൻ. ചാണക്യന്റെ അപേക്ഷയെ മാനിച്ചുകൊണ്ട് ഹ്യുയേങ് സാങ് പായയിൽ ഇരുന്നു. തസ്യ മനസ്സി ഇതോപി സന്ദേഹ ആസീത് ഏവ. അദ്ദേഹത്തിന്റെ മനസ്സിൽ, അതായത് ഹ്യുയേങ് സാങ്ങിന്റെ മനസ്സിൽ അപ്പോഴും സംശയം തന്നെ ആയിരുന്നു.
വാനപ്രസ്ഥാശ്രമി ഏഷഃ അസത്യം വദൻ സ്യാദവ ഇതി. വനവാസിയായ ഇദ്ദേഹം അസത്യമാണോ പറയുന്നത് എന്നായിരുന്നു ഹ്യൂയൻസാങ്ങിന്റെ സംശയം. തസ്മിൻ ഏവ സമയേ സാമ്രാട്ട് ചന്ദ്രഗുപ്തഃ സേനാധികാരിഭിः സഹ ആഗത്യ കുടീരം പ്രവിശ്യ വൃദ്ധം നമസ്കൃതവാൻ. ആ സന്ദർഭത്തിൽ തന്നെ മഹാരാജാവ് ചന്ദ്രഗുപ്തൻ സേനാനായകന്മാരുമായിട്ട് വന്ന് പർണശാലയുടെ ഉള്ളിൽ പ്രവേശിച്ച് വൃദ്ധനെ നമസ്കരിച്ചു. തം ദൃഷ്ട്വാ ചാണക്യ, അദ്ദേഹത്തെ കണ്ടിട്ട് ചാണക്യൻ പറയുകയാണ്, വത്സ രാജകാര്യ വിഷയെ ചർച്ചയിതും ഇതാനും മമ സമയഃ നാസ്തി. മകനെ, രാജ്യകാര്യം ചർച്ച ചെയ്യുവാൻ ഇപ്പോൾ എനിക്ക് സമയമില്ല. യേഷഃ വിദേശീയഃ യാത്രികഃ അതിഥിത്വേന ആഗതഃ അസ്തി. വിദേശിയായ ഈ സന്ദർശകൻ അതിഥിയായി എത്തിയിട്ടുണ്ട്. അതഃ ഇതാനും ഏതം നീത്വാ അതിഥിഗൃഹേ വാസാർത്ഥം വ്യവസ്ഥാം കാരയതു. അതുകൊണ്ട് ഇപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ടുപോയി അതിഥി മന്ദിരത്തിൽ താമസത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്യിപ്പിക്കൂ. ശ്വഃ സായങ്കാലേ പുനഃ ഏതം അത്ര ആനയതു ഇതി ചന്ദ്രഗുപ്തം ഉക്ത്വാ ഹ്യൂയൻസാങ്ങം ചന്ദ്രഗുപ്തേന സഹ പ്രേഷിതവാൻ. നാളെ വൈകുന്നേരം വീണ്ടും ഇദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരൂ എന്ന് ചന്ദ്രഗുപ്തനോട് പറഞ്ഞിട്ട് ഹ്യൂയൻസാങ്ങിനെ ചന്ദ്രഗുപ്തന്റെ കൂടെ പറഞ്ഞയച്ചു. അനന്തര ദിനേ സായം ഹ്യൂയൻസാങ്ങഃ ചന്ദ്രഗുപ്തഃ ച ചാണക്യസ്യ കുടീരം ആഗത്യ അന്തഃ പ്രവിഷ്ടവന്തോ. അടുത്ത ദിവസം വൈകുന്നേരം ഹ്യൂയൻസാങ്ങും ചന്ദ്രഗുപ്തനും ചാണക്യന്റെ പർണശാലയിൽ വന്നിട്ട് അകത്തേക്ക് പ്രവേശിച്ചു. ചാണക്യഃ തത്കാലേ ഗാംഭീര്യേണ കിമപി ചിന്തയൻ ലിഖൻ ഉപവിഷ്ടവാൻ ആസീത്. ചാണക്യൻ ആ സമയത്ത് പ്രധാനപ്പെട്ട എന്തോ കാര്യം ആലോചിച്ച് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. പുരതഃ ദീപഃ ജ്വലൻ അസ്തി, മുൻപിൽ വിളക്ക് കത്തുന്നുണ്ട്. ചന്ദ്രഗുപ്തഃ ഹ്യൂയൻസാങ്ങഃ ച കടേ ഉപവിഷ്ടവന്തോ. ചന്ദ്രഗുപ്തനും ഹ്യൂയൻസാങ്ങും പായയിൽ ഇരുന്നു. കിഞ്ചിത് കാലാനന്തരം ചാണക്യഃ ലേഖനം സ്ഥഗയിത്വാ പുരതഃ സ്ഥിതം ദീപം നിർവാപ്യ അപരം ദീപം പ്രജ്വാല്യ ഹ്യൂയൻസാങ്ങം പൃഷ്ടവാൻ. അല്പസമയത്തിനു ശേഷം ചാണക്യൻ എഴുത്ത് നിർത്തിയിട്ട് മുൻപിൽ ഇരുന്ന വിളക്ക് കെടുത്തിയിട്ട് മറ്റൊരു വിളക്ക് കത്തിച്ചിട്ട് ഹ്യൂയൻസാങ്ങിനോട് ചോദിച്ചു, മിത്രവര അസ്മാകം ദേശഃ കിം ഭവതേ അരോചത. പ്രിയ സുഹൃത്തെ, ഞങ്ങളുടെ നാട് അങ്ങയ്ക്ക് ഇഷ്ടമായോ? അസ്മാകം ദേശസ്യ വിഷയെ ഭവതഃ അഭിപ്രായഃ കഃ ഇതി. ഞങ്ങളുടെ നാടിനെ സംബന്ധിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ് എന്നാണ് ഹ്യൂയൻസാങ്ങിനോട് ചാണക്യൻ ചോദിച്ചത്. തത്ര സർവം വിചിത്രം വിലക്ഷണം ച ഇതി ഉക്തവാൻ ഹ്യൂയൻസാങ്ങഃ. ഇവിടെ എല്ലാം അസാധാരണവും പ്രയോജനരഹിതവുമാണ് എന്ന് ഹ്യൂയൻസാങ്ങഃ പറഞ്ഞു. താദൃശം അത്ര കിം ദൃഷ്ടം ഭവത ഇതി പൃഷ്ടവാൻ ചാണക്യഃ. ആ വിധം ഇവിടെ താങ്കളാൽ എന്താണ് കാണപ്പെട്ടത് എന്ന് ചാണക്യൻ ചോദിച്ചു. ജ്വലന്തം ദീപം നിർവാപ്യ അപരഃ ദീപഃ പ്രജ്വാല്യത്തെ ഖലു. കത്തിയിരുന്ന വിളക്കിനെ കെടുത്തിയിട്ട് മറ്റൊരു വിളക്ക് കത്തിക്കപ്പെട്ടില്ലേ? ഇതോപി വിചിത്രതരം ലോകേ അന്യത് കിം സ്യാദ് ഇതി ഉക്തവാൻ ഹ്യൂയൻസാങ്ങഃ. ഇതിനേക്കാൾ അസാധാരണമായിട്ട് ഈ ലോകത്തിൽ മറ്റെന്താണുള്ളത് എന്ന് ഹ്യൂയൻസാങ് ചോദിച്ചു. തഥാ ചാണക്യഃ മന്ദഹാസപൂർവകം ഉക്തവാൻ. അപ്പോൾ ചാണക്യൻ ചെറുശിരിയോടെ പറഞ്ഞു, മിത്രവര അത്ര വ്യവഹാര വിലക്ഷണത കാ അസ്തി. പ്രിയമിത്രമേ, ഇക്കാര്യത്തിൽ ഇത്ര നിഷ്പ്രയോജനമായി എന്താണുള്ളത്? സർവം ന്യായോചിതം അസ്തി, എല്ലാം നിയമമനുസരിച്ച് തന്നെയാണ് ഉള്ളത്. ഭവാൻ യഥാ അത്ര ആഗതവാൻ തഥാ അഹം രാജകാര്യെ മഗ്രഹ ആസം. അങ്ങ് ഇവിടെ വന്നപ്പോൾ ഞാൻ രാജ്യകാര്യത്തിൽ വ്യാപൃതനായിരുന്നു. അധഃ ഭണ്ഡാകാരധനാത് ക്രീതസ്യ തൈലസ്യ ഉപയോഗേന ദീപഃ ജ്വാലിതഃ ആസീത്. അതിനാൽ ഖജനാവിലെ പണം കൊണ്ട് വാങ്ങിയ എണ്ണ കൊണ്ടാണ് വിളക്ക് കത്തിക്കപ്പെട്ടിരുന്നത്. കിന്തു ഇതാനും താവതാ സഹ യത് സംഭാഷണം ക്രിയതേ തത് വൈയക്തികം. എന്നാൽ
ഇപ്പോൾ താങ്കളോട് സംസാരിക്കുന്നത് വ്യക്തിപരമാണ്. അതഹ മദീയം ദീപം ജ്വാലിതവാൻ അസ്മി ഇതി. അതുകൊണ്ട് സ്വന്തം വിളക്ക് കത്തിച്ചിട്ടുണ്ട് എന്ന്. ഏതത് ശ്രുത്വാ ഹ്യേങ്സാങ അത്യാശ്ചര്യം അനുഭവൻ നമോ ഗുണനിധയെ നമോ ധർമ്മമൂർത്തയെ ഇതി വദൻ ചാണക്യം സാഷ്ടാംഗം നമസ്കൃതവാൻ. ഇത് കേട്ടിട്ട് ഹ്യേങ്സാങ് അതിയായ ആശ്ചര്യത്തോടെ ഗുണനിധിക്ക് ഞാൻ നമസ്കരിക്കുന്നു, ധർമ്മമൂർത്തയെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചാണക്യനെ സാഷ്ടാംഗം നമസ്കരിച്ചു. ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും എന്ന് കരുതുന്നു. എല്ലാവരും കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമന്റ്സ് ചെയ്യണം. ആരും കമന്റ്സ് ചെയ്യാറില്ല. അതുകൊണ്ട് കഥയെക്കുറിച്ചൊന്നും അറിയാൻ നിവൃത്തിയില്ല. കേൾക്കുന്നവർ കമന്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് വ്യാകരണാംശങ്ങൾ നോക്കാം. നമഃ അവ്യയം, ഗുണനിധയെ ഇകാരാന്തഃ പുല്ലിംഗഃ, ഗുണനിധി ശബ്ദഃ ചതുർത്ഥി വിഭക്തി ഏകവചനം. ശ്രീമൻ തകാരാന്തഃ പുല്ലിംഗഃ, ശ്രീമത് ശബ്ദഃ സംബോധന പ്രഥമ വിഭക്തി ഏകവചനം. അഹം ദകാരാന്തഃ സ്ത്രീലിംഗഃ, അസ്മത് സർവനാമ ശബ്ദഃ പ്രഥമാ വിഭക്തി ഏകവചനം. കശ്ചന അവ്യയം യാത്രികഃ, അകാരാന്തഃ പുല്ലിംഗഃ, യാത്രിക ശബ്ദഃ പ്രഥമാ വിഭക്തി ഏകവചനം. ഐദം പ്രാഥമ്യേന ഉകാരാന്തഃ നപുംസകലിംഗഃ, ഐദം പ്രാഥമ്യ ശബ്ദഃ തൃതീയ വിഭക്തി ഏകവചനം. ഏതം ദകാരാന്തഃ പുല്ലിംഗഃ, ഏതത് സർവനാമ ശബ്ദഃ ദ്വിതീയ വിഭക്തി ഏകവചനം. ദേശം അകാരാന്തഃ പുല്ലിംഗഃ, ദേശ ശബ്ദഃ ദ്വിതീയ വിഭക്തി ഏകവചനം. ആഗതവാൻ ആങുപസർഗഃ ഗം ധാതുഃ, തവതു പ്രത്യയഃ പുല്ലിംഗഃ, ആഗതവത് ശബ്ദഃ പ്രഥമാ വിഭക്തി ഏകവചനം. അസ്മി അസ്ഥാതുഃ ലട്ട് ലകാരഃ ഉത്തമപുരുഷ ഏകവചനം. ഏതസ്യ ദകാരാന്തഃ പുല്ലിംഗഃ, ഏതത് സർവനാമ ശബ്ദഃ ഷഷ്ഠി വിഭക്തി ഏകവചനം. ദേശസ്യ അകാരാന്തഃ പുല്ലിംഗഃ, ദേശശബ്ദഃ ഷഷ്ഠി വിഭക്തി ഏകവചനം. പ്രധാനാമാത്യഃ, അമാത്യഃ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി എന്നാണ് അർത്ഥം. പ്രധാനാമാത്യഃ. അകാരാന്തഃ പുല്ലിംഗഃ, പ്രധാനാമാത്യ ശബ്ദഃ പ്രഥമാ വിഭക്തി ഏകവചനം. ദുഷ്ടവ്യഃ, ദുഷ്ധാതുഃ തവ്യത് പ്രത്യയഃ പുല്ലിംഗഃ, ദുഷ്ടവ്യ ശബ്ദഃ പ്രഥമാ വിഭക്തി ഏകവചനം. ഇതി അവ്യയം മമ ദകാരാന്തഃ പുല്ലിംഗഃ, അസ്മത് സർവനാമ ശബ്ദഃ ഷഷ്ഠി വിഭക്തി ഏകവചനം. ഇച്ഛാ ആകാരാന്തഃ സ്ത്രീലിംഗഃ, ഇച്ഛാ ശബ്ദഃ പ്രഥമാ വിഭക്തി ഏകവചനം. കൃപയാ ആകാരാന്തഃ സ്ത്രീലിംഗഃ, കൃപാ ശബ്ദഃ തൃതീയ വിഭക്തി ഏകവചനം. തസ്യ ദകാരാന്തഃ പുല്ലിംഗഃ, തദ് സർവനാമ ശബ്ദഃ ഷഷ്ഠി വിഭക്തി ഏകവചനം. വാസസ്ഥലം അകാരാന്തഃ പുല്ലിംഗഃ, വാസസ്ഥല ശബ്ദഃ ദ്വിതീയ വിഭക്തി ഏകവചനം. പ്രതി അവ്യയം ഭവാൻ തകാരാന്തഃ പുല്ലിംഗഃ, ഭവത് സർവനാമ ശബ്ദഃ പ്രഥമാ വിഭക്തി ഏകവചനം. മാം ദകാരാന്തഃ പുല്ലിംഗഃ, അസ്മത് സർവനാമ ശബ്ദഃ ദ്വിതീയ വിഭക്തി ഏകവചനം. നേതു നീധാതുഃ കുമുൻ പ്രത്യയഃ അവ്യയം. ശക്നുയാത് ശക് ധാതുഃ വിധിലിംഗലകാരഃ പ്രഥമ പുരുഷ ഏകവചനം. വാ അവ്യയം അഭിമുഖം അവ്യയം. ആഗച്ഛന്തം ആങുപസർഗഃ ഗം ധാതുഃ ശത്രപ്രത്യയഃ പുല്ലിംഗഃ, ആഗച്ഛത് ശബ്ദഃ ദ്വിതീയ വിഭക്തി ഏകവചനം. കഞ്ചിത് അവ്യയം വൃദ്ധം അകാരാന്തഃ പുല്ലിംഗഃ, വൃദ്ധ ശബ്ദഃ ദ്വിതീയ വിഭക്തി ഏകവചനം. പൃഷ്ടവാൻ പ്രച്ഛ ധാതുഃ തവതു പ്രത്യയഃ പുല്ലിംഗഃ, പൃഷ്ടവത് ശബ്ദഃ പ്രഥമാ വിഭക്തി ഏകവചനം. വിദേശീയഃ അകാരാന്തഃ പുല്ലിംഗഃ, വിദേശീയ ശബ്ദഃ പ്രഥമാ വിഭക്തി ഏകവചനം. അവശ്യം അവ്യയം നേഷ്യാമി, നീ ധാതുഃ ലിട്ട് ലകാരഃ ഉത്തമപുരുഷ ഏകവചനം. അനുസരതു അനു ഉപസർഗഃ സൃ ധാതുഃ ലോട്ട് ലകാരഃ പ്രഥമ പുരുഷ ഏകവചനം. താവത് അവ്യയം ഉക്ത്വാ വച്ച് ധാതുഃ ത്വപ്രത്യയഃ അവ്യയം. തതഃ അവ്യയം പ്രസ്ഥിതവാൻ പ്ര ഉപസർഗഃ താ ധാതുഃ തവതു പ്രത്യയഃ പുല്ലിംഗഃ, പ്രസ്ഥിതവത് ശബ്ദഃ പ്രഥമാ വിഭക്തി ഏകവചനം. സഹ ദകാരാന്തഃ പുല്ലിംഗഃ, തദ് സർവനാമ ശബ്ദഃ പ്രഥമാ വിഭക്തി ഏകവചനം. തം ദകാരാന്തഃ പുല്ലിംഗഃ, തദ് സർവനാമ ശബ്ദഃ ദ്വിതീയ വിഭക്തി ഏകവചനം. അനുസൃതവാൻ അനുപസർഗഃ സൃ ധാതുഃ തവതു പ്രത്യയഃ
पुल्लिङ्गः अनुसृतवत् शब्दः प्रथमा विभक्तिः एकवचनं। विदेशीयस्य अकारान्तः पुल्लिङ्गः विदेशीय शब्दः षष्ठी विभक्तिः एकवचनं। नाम नकारान्तः नपुंसकलिङ्गः नामन् शब्दः प्रथमा विभक्तिः एकवचनं। ह्युयेङ्साङ्गः अकारान्तः पुल्लिङ्गः ह्युयेङ्साङ्ग शब्दः प्रथमा विभक्तिः एकवचनं। मौर्यवंशीयानाम् अकारान्तः पुल्लिङ्गः मौर्यवंशीय शब्दः षष्ठी विभक्तिः बहुवचनं। राजधान्याः इकारान्तः स्त्रीलिङ्गः राजधानी शब्दः षष्ठी विभक्तिः एकवचनं। पाडलीपुत्रस्य अकारान्तः पुल्लिङ्गः पाडलीपुत्र शब्दः षष्ठी विभक्तिः एकवचनं। ख्यातिम् इकारान्तः स्त्रीलिङ्गः ख्याति शब्दः द्वितीया विभक्तिः एकवचनं। बहुधा अव्ययम् आसीत् आस्थादुः लङ्लकारः प्रथमपुरुष एकवचनं। जगद्विख्यातः अकारान्तः पुल्लिङ्गः जगद्विख्यात शब्दः प्रथमा विभक्तिः एकवचनं। असदृश्य पाण्डित्यवान् सकारान्तः पुल्लिङ्गः वतुप प्रत्ययः असदृश्य पाण्डित्यवत् शब्दः प्रथमा विभक्तिः एकवचनं। साहसी नकारान्तः पुल्लिङ्गः साहसिन् शब्दः प्रथमा विभक्तिः एकवचनं। महाबुद्धिमान् तकारान्तः पुल्लिङ्गः मतुप प्रत्ययः महाबुद्धिमत् शब्दः प्रथमा विभक्तिः एकवचनं। चाणक्यः अकारान्तः पुल्लिङ्गः चाणक्य शब्दः प्रथमा विभक्तिः एकवचनं। प्रत्यक्ष अकारान्तः पुल्लिङ्गः प्रत्यक्ष शब्दः द्वितीया विभक्तिः एकवचनं। प्रबला आकारान्तः स्त्रीलिङ्गः प्रबला शब्दः प्रथमा विभक्तिः एकवचनं। अतः अव्ययम् एव अव्ययम्। पाटलीपुत्रम् अकारान्तः पुल्लिङ्गः पाटलीपुत्र शब्दः द्वितीया विभक्तिः एकवचनम्। आगत्य आङ् उपसर्गः गम् धातुः लिबन् प्रत्ययः अव्ययम्। चाणक्यम् अकारान्तः पुल्लिङ्गः चाणक्य शब्दः द्वितीया विभक्तिः एकवचनम्। अन्विष्यन् अनु उपसर्गः इष् धातुः शत्र प्रत्ययः पुल्लिङ्गः अन्विष्यन् शब्दः प्रथमा विभक्तिः एकवचनम्। गङ्गातीरम् अकारान्तः नपुंसकलिङ्गः गङ्गातीर शब्दः द्वितीया विभक्तिः एकवचनं। गतवान् गम् धातुः तवतु प्रत्ययः पुल्लिङ्गः गतवत् शब्दः प्रथमा विभक्तिः एकवचनं। तत्र अव्ययम् केचन अव्ययम्। सन्ध्यावन्दनमग्नाः अकारान्तः पुल्लिङ्गः सन्ध्यावन्दनमग्न शब्दः प्रथमा विभक्तिः बहुवचनम्। अन्ये अकारान्तः पुल्लिङ्गः अन्य सर्वनाम शब्दः प्रथमा विभक्तिः बहुवचनम्। मन्त्रपठनरताः अकारान्तः पुल्लिङ्गः मन्त्रपठनरत शब्दः प्रथमा विभक्तिः बहुवचनम्। कम् मकारान्तः पुल्लिङ्गः किं सर्वनाम शब्दः द्वितीया विभक्तिः बहुवचनम्। पृच्छामि प्रच्छ धातुः लट् लकारः उत्तमपुरुष एकवचनम्। चेदव्ययम्। चिन्तयन् चिन्त धातुः शत्र प्रत्ययः पुल्लिङ्गः चिन्तयत् शब्दः प्रथमा विभक्तिः एकवचनम्। क्षणकालम् अकारान्तः पुल्लिङ्गः क्षणकाल शब्दः द्वितीया विभक्तिः एकवचनम्। तत्रैव अव्ययम्। स्थितवान् स्था धातुः कवतु प्रत्ययः पुल्लिङ्गः स्थितवत् शब्दः प्रथमा विभक्तिः एकवचनम्। अल्पे अकारान्तः पुल्लिङ्गः अल्प शब्दः सप्तमी विभक्तिः एकवचनम्। काले अकारान्तः पुल्लिङ्गः काल शब्दः सप्तमी विभक्तिः एकवचनम्। सर्वे अकारान्तः पुल्लिङ्गः सर्वनाम शब्दः प्रथमा विभक्तिः बहुवचनम्। स्वकर्तव्य अकारान्तः पुल्लिङ्गः स्वकर्तव्य शब्दः द्वितीया विभक्तिः एकवचनम्। समाप्य समुपसर्गः आप धातुः लबन्ध प्रत्ययः अव्ययम्। एकैकशः अव्ययम्। निर्गताः निरुपसर्गः गम् धातुः तप् प्रत्ययः पुल्लिङ्गः निर्गत शब्दः प्रथमा विभक्तिः बहुवचनम्। अन्ते अकारान्तः पुल्लिङ्गः अन्त शब्दः सप्तमी विभक्तिः एकवचनम्। कृष्णवर्णीयः अकारान्तः पुल्लिङ्गः कृष्णवर्णीय शब्दः प्रथमा विभक्तिः एकवचनम्। कृषकायः अकारान्तः पुल्लिङ्गः कृषकाय शब्दः प्रथमा विभक्तिः एकवचनम्। अवशिष्टः अकारान्तः पुल्लिङ्गः अवशिष्ट शब्दः प्रथमा विभक्तिः एकवचनम्। अपि अव्ययम् यदा अव्ययम्। प्रस्थितः प्र उपसर्गः स्था धातुः तप् प्रत्ययः पुल्लिङ्गः प्रस्थित शब्दः प्रथमा विभक्तिः एकवचनम्। तदा अव्ययम्।
चाणक्य वसति विषये अकारान्तः पुल्लिङ्गः चाणक्य वसति विषये शब्दः സപ്തമി വിഭക്തി ഏകവചനം. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ദയവായി എല്ലാവരും അവനവന്റെ കമന്റ് ചെയ്യണം. എന്തെങ്കിലേ കഥയെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ പറ്റുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ധന്യവാദः.